ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളുടെ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ്. ഇന്ന് കുട്ടികളൊക്കെ വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ അതൊക്കെ കഴിച്ചോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട. നമുക്ക് ഒരു ക്യാരറ്റ്, അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം ചിക്കനും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്ക് ആർക്കും ഇങ്ങനത്തെ സാധനങ്ങളോടൊന്നും ഇഷ്ടക്കേടില്ല. അപ്പോൾ ഇതൊക്കെ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം, നന്നായിട്ട് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇതേപോലെ കുഴച്ചെടുക്കാം. ഇനി നമ്മൾക്ക് വെള്ളം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒലിവ് ഓയിലൊക്കെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ് വയറിന്. അപ്പോൾ നമ്മളത് നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 കഷ്ണം ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ അത് കത്തി വെച്ചിട്ട് തന്നെ ഞാനത് അരിഞ്ഞെടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ കട്ടിംഗ് ബോർഡുമ്മേ ഇതുപോലെ ഒന്നുമില്ല ഓയിൽ തടവി കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു ഫോയിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഇത് പരത്തിയെടുക്കാം. 4 സൈഡും നമ്മൾ ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഒപ്പത്തിനാക്കി എടുക്കണം. നമുക്കിത് മടക്കി എടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ ഇതേ കട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതേപോലെ തന്നെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിതേപോലെ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തി വെച്ചിട്ട് തന്നെ റൗണ്ട് ഷേപ്പായിട്ട് നമുക്കിത് മുറിച്ചെടുക്കാം. ഷേപ്പ് നമ്മൾക്ക് കൈവച്ച് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതേപോലെ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് നമുക്ക് റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് ഇതേപോലെ കൈകൊണ്ട് തന്നെ അമർത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തിയാണ്, ഇഷ്ടമാവും. ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഞാനിതൊന്ന് കോലുമ്പോൾ കുത്തി വെച്ച് കൊടുക്കുന്നത് അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റാണ്. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം നല്ല വെന്ത സാധനങ്ങളായതുകൊണ്ട് അധികം മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല യമ്മി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ റെഡിയാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ നമുക്കിങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. അതേപോലെ കുറച്ച് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്താൽ വയറിനൊക്കെ നല്ലതാണ്.
ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യുക. ഇപ്പം എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്നുള്ള വിശ്വാസത്തോടെ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.